ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കണിയാപുരം നാഷണൽ ഹൈവേ നിന്നും വെറും 1.25 കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ്. മെയിൻ ബസ് റൂട്ടിലേക്കാണെങ്കിൽ ഇവിടെ നിന്ന് 200 മീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ഇവിടെ 5 സെൻറ്റിൽ 1700 സ്ക്വയർ ഫീറ്റിൽ താഴെ 2 ബെഡ്റൂമും മുകളിൽ 1 ബെഡ്റൂമും കൂടാതെ 1 ബെഡ്റൂം ചെയ്യാനുള്ള സ്പേസും ഉള്ള 2 കാറുകൾ സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്നൊരു വീടാണ്. ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് 66 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഇവിടെ നിന്ന് കഴക്കൂട്ടത്തേക്കുള്ള ദൂരം 5.5 കിലോമീറ്ററാണ്. ഇവിടെ ഒരു ബിഗ് ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഒരു സ്ലൈഡ് ചെയ്യാൻ പറ്റിയ ഗേറ്റും കൊടുത്തിട്ടുണ്ട്. 2 കാറുകൾ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. കവീഡ് ആയിട്ടുള്ള കാർ പോർച്ച് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇങ്ങോട്ടേയും കാർ പാർക്ക് ചെയ്യുക. അങ്ങനെ 2 കാറുകൾ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ ആയിട്ട് പൈപ്പ് ലൈനോട് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ നല്ല സെറ്റ് ബാക്ക് സ്പേസ് ഉണ്ട്. കാരണം 5 സെൻറ്റിൽ 1700 സ്ക്വയർ ഫീറ്റിൽ വീട് നിർമ്മിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്രയും സ്പേസ് ഒരു സെറ്റ് ബാക്കായിട്ട് കിട്ടുന്നുണ്ട്. അപ്പം താഴെ 2 ബെഡ്റൂമുണ്ട്, എന്നിട്ട് പോലും ഇത്രയും സ്പേസ് കിട്ടുന്നുണ്ട്. പിന്നെ ഈ വീടിന് വേറെ പ്രത്യേകത 2 ബാൽക്കണി വരുന്നുണ്ട്. നമുക്ക് ഈ റൂമിൽ നിന്ന് ബാൽക്കണി വരുന്നുണ്ട്. കൂടാതെ നമുക്ക് കോമൺ ആയിട്ടുള്ള ബാൽക്കണി വരുന്നുണ്ട്. അങ്ങനെ 2 ബാൽക്കണികളുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഫ്രണ്ടിലെ കാഴ്ചകളിലേക്ക് പോകും. ഇവിടെ ഫ്രണ്ടിൽ വലിയൊരു സിറ്റ് ഔട്ട് നൽകിയിട്ടുണ്ട്. അത് ട്രെഡ് യൂസ് ചെയ്തിരിക്കുന്നതെല്ലാം ഗ്രാനൈറ്റ് ആണ്. റൈസർ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ തന്നെ 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എപ്പോക്സി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വരാം. ഇവിടെ എല്ലാം ഒരു തേക്കിൻ്റെ രീതിയിലുള്ള ഫിനിഷിങ് കൊടുത്തുള്ള ഡോറാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് വരാം. നേരെ വരുന്നത് ലിവിംഗ് കം ഡൈനിങ് ഏരിയയിലേക്കാണ്. ഈ ഒരു ലിവിംഗ് കം ഡൈനിങ് ഏരിയയിൽ യൂസ് ചെയ്തിരിക്കുന്നത് 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ്. എല്ലാം എപ്പോക്സി കൊടുത്തിട്ടുണ്ട്. ഇനി മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ 2 ഭാഗത്തും ഡൈനിങ് ഏരിയയിൽ ലിവിംഗ് ഏരിയയിൽ ഫാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ലിവിംഗ് കം ഡൈനിങ് ഏരിയ ഒരു സെപ്പറേഷൻ വേണം, ഒരു പാർട്ടീഷൻ ചെയ്ത് തരണമെങ്കിൽ ഇവിടെ ആയിട്ട് പാർട്ടീഷൻ ചെയ്ത് തരുന്നതാണ്. അതിനകത്ത് TV കൊണ്ട് സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്ത് തരുന്നതാണ്. ഇനി അത് വേണ്ട ഓപ്പോസിറ്റ് സൈഡിലാണ് TV കൊണ്ട് വേണമെങ്കിൽ അതിനുള്ള സൗകര്യം ചെയ്ത് തരുന്നതാണ്. ഇനി നമുക്ക് ഇവിടെ ആയിട്ടൊരു വാഷിംഗ് കൊണ്ട് പ്രത്യേകിച്ച് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്കാണ് വാഷിംഗ് ഏരിയ. ഈ ഒരു ഫോയറിൽ നൽകിയിരിക്കുന്നത്. ഇവിടെ RAK നൽകിയിരിക്കുന്നത്. മുകളിലായിട്ട് WPC പാനൽ കൊടുത്തിട്ടുണ്ട്, ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്, പോയിന്റ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഒരു പാർട്ടീഷൻ കൊടുത്തിരിക്കുകയാണ്. അതിനകത്ത് പോയിന്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, CNC കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കൂടാതെ ഒരു കോഡിയാർഡും ഉണ്ട്. അതിന് പ്രത്യേകിച്ച് സ്റ്റെപ്പ് കൊടുത്ത് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡൗൺ സൈസിലാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാനൊരു അടുത്ത സ്റ്റെപ്പ് ഇറങ്ങി അവിടെ നിന്ന് വീണ്ടും അടുത്തൊരു കുറച്ചും കൂടി താഴ്ചയിലേക്കാണ് ഈ ഒരു കോഡിയാർഡ് കൊടുത്തിരിക്കുന്നത്. അവിടെ നമ്മൾ തല തട്ടില്ല, ഇത്രയും ഒരു ഹൈറ്റ് കിട്ടുന്നുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് സുഖമായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ചെയർ സെറ്റ് ചെയ്യാം. ഇവിടെ ആയിട്ട് 2-way ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു വിൻഡോയൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ നടക്കുന്നെങ്കിൽ അങ്ങേറ്റ് നടക്കാൻ പറ്റുന്നതാണ്. 2 രീതിയിൽ ഹാൻഡ് റെയിൽസ് കൊടുത്തിരുന്നത്. 2 ഭാഗത്തായിട്ട് ഹാൻഡ് റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ടേക്ക് സ്പേസ് കിട്ടുന്നതാണ്. താഴെയായിട്ട് ഇൻവെർട്ട് ചെയ്യണമെങ്കിൽ നല്ല സ്പേസ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ കിച്ചണിലെ കാഴ്ചകളിലേക്ക് പോകും. ഈ ഓപ്പൺ കിച്ചൻ്റെ മുൻവശത്തായിട്ട് പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് WPC പാനൽ കാണാം. ഒരു ആർച്ച് പോലെ കൊടുത്തിരിക്കുകയാണ്. അതിന് താഴെയായിട്ട് 2 ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഇവിടെ ഹോം ഡെക്കോർ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് WPC പാനൽ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിരിക്കുകയാണ്. ഒരു ബാർ ചെയർ, വലിയ ചെയർ ഇടുവാണെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ഓപ്പൺ കിച്ചണിലേക്ക് വരാം. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ്. ആൻറ്റി സ്കിഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ എപ്പോക്സിയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നതെല്ലാം അലൂമിനിയം സ്ട്രക്ചറിലാണ് ഈ ഒരു കബോർഡെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പർ ക്യാബിനറ്റിലാണ്. മൊത്തത്തിൽ അപ്പർ ക്യാബിനറ്റ് കൊടുത്തിരിക്കുകയാണ്. കൂടാതെ തന്നെ ഇവിടെ ആയിട്ടും ഒരു നടുക്കായിട്ടും ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല സ്റ്റോറേജ് സ്പേസ് എല്ലാം നീറ്റായിട്ട് ചെയ്തിരിക്കുന്നത്. താഴെയായിട്ട് അതുപോലെ തന്നെയാണ് കട്ട്ലറി സ്പേസ് കാണാം. ഇവിടെ ആയിട്ട് 2 ഭാഗത്തും കാണാം. ഇവിടെ മൊത്തത്തിലും ബേസ് ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഇങ്ങോട്ടേക്കും കട്ട്ലറി ചെയ്യണമെങ്കിൽ അത് ചെയ്തു തരുന്നതാണ്. ഇനി ഇത് കൂടാതെ അതൊരു വർക്ക് ചെയ്ത് ചെയ്യണമെങ്കിൽ അതിനുള്ള സ്പേസ് കൂടെ ഉണ്ട്. ഈ ഡോർ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇത്രയും സ്പേസ് വർക്ക് ചെയ്തിരിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 ഭാഗത്തേക്ക് വർക്ക് ചെയ്ത് ചെയ്യാം. ഞാൻ നിൽക്കുന്ന ഭാഗത്ത് ചെയ്യാം, ഇല്ലെങ്കിൽ എൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് ചെയ്യാം. അങ്ങനെ 2 ഭാഗത്തേക്കും നിങ്ങൾക്ക് എവിടെയാണോ ഇഷ്ടപ്പെട്ട സ്ഥലം അങ്ങോട്ടേക്ക് വർക്ക് ചെയ്ത് ചെയ്യാം. കൂടാതെ തന്നെ പുറത്തൊരു കോമൺ ബാത്റൂം ചെയ്യണമെങ്കിൽ അതിനുള്ള സ്പേസ് ഉണ്ട്. അങ്ങനെ എല്ലാ സൗകര്യവും ഉണ്ട്. കാരണം ഞാൻ അറിഞ്ഞില്ല 5 സെൻറ്റ് ഉണ്ട്, അത്രയും ലാൻഡ് ഏരിയ ഉണ്ട്. എന്നാൽ 1700 സ്ക്വയർ ഫീറ്റ് പ്ലെന്ത് ഏരിയ ഉണ്ട്. അതുകൊണ്ടാണ് ഇത്രയും സ്പേസ് കിട്ടുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളുണ്ട്. അതുപോലെ 2 അറ്റാച്ച്ഡാണ്. അപ്പോൾ നമുക്ക് നേരെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. ഈ ഒരു ബെഡ്റൂം വലിയൊരു ഫോയർന്ന റൂമിലേക്ക് വരുന്നത്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ്. ഇതിൽ എപ്പോക്സി കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൺസീൽഡ് ആയിട്ടുള്ള സീലിംഗ് ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ട്യൂബ് വേണമെങ്കിൽ ട്യൂബും ഉണ്ട്. അപ്പോൾ വാം ലൈറ്റ് വേണ്ട, ഇങ്ങനെ ബ്രൈറ്റ് ലൈറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഓപ്ഷനും ഉണ്ട്. 2 ഓപ്ഷനുണ്ട്. കൂടാതെ തന്നെ ഇവിടെ ആയിട്ട് ഒരു കൺസീൽഡ് ആയിട്ടുള്ള ഒരു വാർഡ്രോബ് അല്ലെങ്കിൽ അപ്പർ ക്യാബിനറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ബെഡ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. കൂടാതെ AC പ്ലഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് നേരെ വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ ഒരു വാഷ്റൂം നോക്കുവാണെങ്കിൽ ഇവിടെ ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ പ്രത്യേകിച്ചാണ് കൊടുത്തിരിക്കുന്നത്. എക്സോസ്റ്റ് ഫാൻ കൊടുത്തിട്ടുണ്ട്, വിൻഡോസ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ആൻറ്റി സ്കിഡ്ല ടൈലോ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകും. ഇതാണ് രണ്ടാമത്തെ റൂമിലേക്കുള്ള ഫോയർ. ഇത് വലിയൊരു ഫോയറാണ് ഇവിടുന്ന് റൂമിലേക്ക് വരുന്നത്. ഈ റൂം 12.5-10 സൈസുള്ള റൂമാണ്. മുകളിലും കൺസീൽഡ് ആയിട്ടുള്ള ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, കൂടാതെ ട്യൂബ് കൊടുത്തിട്ടുണ്ട്, അല്ലാതെ തന്നെ വോൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ബെഡ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, AC പ്ലഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്, 2 ഭാഗത്തെ വിൻഡോ ആണ്, ടോട്ടൽ 5 വിൻഡോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വാഷ്റൂം നോക്കുകയാണെങ്കിലും ഇവിടെയും ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ പ്രത്യേകിച്ചാണ് കൊടുത്തിരിക്കുന്നത്. വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്, കൂടാതെ തന്നെ ഇവിടെ ആയിട്ട് ലൂക്കറിൻ്റെ എക്സോസ്റ്റ് ഫാൻ കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ മുകളിലേക്ക് പോകും. അപ്സ്റ്റേറിലേക്ക് വരുമ്പം സ്റ്റെപ്പ് ട്രെഡ് ഗ്രാനൈറ്റും റൈസർ ടൈലോ യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല തിക്നെസ്സുള്ള ഗ്രാനൈറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഹാൻഡ് റീൽസ് കാണാം. ഇത് തടിയുടെ പാനലാണ് കൊടുത്തിരിക്കുന്നത്. GI ട്യൂബാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് 2 ഭാഗത്തായിട്ട് ഹാൻഡ് റീൽസ് വരുന്നുണ്ട്. ഈ ഒരു ലാൻഡിങ് ഏരിയയിൽ ടൈൽസും കൊടുത്തിട്ടുണ്ട് ബോർഡറായിട്ട്. ഇവിടെ ആയിട്ട് ഈ കാണുന്ന ഭാഗത്ത് 4 വിൻഡോസ് ഉണ്ട്. അത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല ലൈറ്റിംഗ് കിട്ടുന്നതാണ്. മുകളിൽ പർഗോള കൊടുത്തിട്ടുണ്ട്, ഒരുപാട് പർഗോള കൊടുത്തിരിക്കുകയാണ്. അതുകൂടാതെ തന്നെ ഇവിടെ ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അപ്പർ ലോഞ്ചിലേക്ക് പോകാം. അപ്പർ ലോഞ്ചിലേക്ക് പോകുമ്പോൾ ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെയും TV കൊണ്ട് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെയും 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഹാൻഡ് റൈൽസിന് ചെറിയൊരു ബെൻഡ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഈ റൂം നോക്കുകയാണെങ്കിലും ഈ റൂം താഴെ കണ്ടത് അതുപോലെ തന്നെയാണ്. അതേ സ്പേസുള്ള റൂം തന്നെ വലിയൊരു ഫോയറും കൊടുത്ത് അതുപോലെ ചെയ്തിരിക്കുകയാണ്. വലിയ ടൈൽസ് തന്നെ യൂസ് ചെയ്തിരിക്കും. ഇവിടെ ആയിട്ട് കൺസീൽഡ് ആയിട്ടുള്ള ഒരു വാർഡ്രോബ് ചെയ്യണമെങ്കിൽ അതിനുള്ള സ്പേസാണ് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ടൊരു വാർഡ്രോബും അതിനകത്ത് മിറർ യൂണിറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇനി മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ കൺസീൽഡ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, കൂടാതെ തന്നെ AC പ്ലഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാഷ്റൂം നോക്കുകയാണെങ്കിൽ ഇവിടെയും ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ പ്രത്യേകിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഫിറ്റിങ്സ് എല്ലാം നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെയാണ്. എക്സോസ്റ്റ് ഫാൻ കൊടുത്തിട്ടുണ്ട്, എല്ലാം നീറ്റായിട്ട് ചെയ്തിരിക്കുകയാണ്. ഈ റൂമിൽ നിന്ന് ഒരു ബാൽക്കണി ഉണ്ട്. ഇതാണ് ഈ വീട്ടിലെ പ്രൈവറ്റ് ആയിട്ടുള്ള ബാൽക്കണി ഏരിയ. റൂമിൽ നിന്ന് മാത്രം ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയും സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഏരിയ നോക്കുകയാണെങ്കിൽ ഇവിടെ ഹാൻഡ് റൈൽസ് കൊടുത്തിട്ടുണ്ട്, ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ റൂമിൽ നിന്നൊരു ബാൽക്കണി സ്പേസ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ആയിട്ട് ട്യൂബ് ലൈറ്റ് 2 കൊടുത്തിട്ടുണ്ട്, മുകളിലായിട്ട് കൺസീൽഡ് ആയിട്ടുള്ള ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇവിടുത്തെ ഒരു കോമൺ ബാൽക്കണി ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ കോമൺ ബാൽക്കണിയിലേക്ക് പോകാം. ഇതാണ് ആ കോമൺ ബാൽക്കണി. ഈ ഒരു ബാൽക്കണി നോക്കുകയാണെങ്കിലും ഒരു വലിയ ബാൽക്കണിയാണ്. ഇവിടെ ഡോർ കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും ഏരിയ യൂസ് ചെയ്യാൻ പറ്റും. ഇതല്ല നമുക്ക് ഈ കാണുന്ന ഹാൻഡ് റെയിൽ അങ്ങോട്ടേക്ക് മാറ്റി വെക്കണമെങ്കിൽ അത്രയും ചുറ്റളവിൽ നമുക്ക് വലിയൊരു ബാൽക്കണി കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ വേണമെങ്കിൽ അങ്ങനെ ചെയ്തു തരുന്നതാണ്. നിലവിൽ ഇത്രയാണ് ബാൽക്കണി കൊടുത്തിട്ടുള്ളത്. അത് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അത്രയും ഭാഗം വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഡോറാണെങ്കിൽ ഡോർ ചെയ്ത് തരും, അതല്ല ഇത് മാറ്റി അങ്ങോട്ട് ഫിക്സ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തു തരുന്നതാണ്. ഇവിടെയും കൺസീൽഡ് ആയിട്ടുള്ള ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കൂടാതെ തന്നെ ഒരു ഓപ്പൺ ടെറസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഓപ്പൺ ടെറസിലേക്ക് പോകും. ഈ ഒരു ഓപ്പൺ ടെറസ് കൂടാതെ തന്നെ മുകളിൽ റൂഫ് ടോപ്പ് ഏരിയ ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞൊരു റൂം കൂടെ ചെയ്യണമെങ്കിൽ അതിനുള്ള സ്പേസ് ഉണ്ട്. ഒരു വലിയ റൂം ഇറക്കണമെങ്കിൽ അതിനുള്ള സ്പേസ് ഉണ്ട്. ഇത്രയും സ്പേസ് ഉണ്ട്. കൂടാതെ തന്നെ വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്, അതിനുള്ള പ്ലഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. മുകളിലേക്ക് ആ റൂഫ് ടോപ്പിൻ്റെ ഒരു ഹാൻഡ് റെയിൽസ് ചെയ്തിരിക്കുകയാണ്, സ്റ്റെയർ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ മുകളിലായിട്ട് റൂഫ് ടോപ്പും ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ 5 സെൻറ്റിൽ 1700 സ്ക്വയർ ഫീറ്റിൽ താഴെ 2 ബെഡ്റൂമും മുകളിൽ 1 ബെഡ്റൂമും കൂടാതെ ഒരു വലിയ ബെഡ്റൂം ചെയ്യാനും അതുകൂടാതെ 2 ബാൽക്കണിയും വരുന്ന ഒരു റൂമിൽ നിന്ന് ബാൽക്കണി ഉണ്ട്, കോമൺ ബാൽക്കണി ഉണ്ട്. അങ്ങനെ 2 ബാൽക്കണിയും വരുന്ന ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് 66 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. അതുമാത്രമല്ല ഇവിടെ പെർ സെൻറ്റ് കോസ്റ്റ് 1 സെൻറ്റിൻ്റെ വില എന്നുള്ള 5.5 ലക്ഷം ഏറ്റവും കുറഞ്ഞതുണ്ട്. അപ്പോൾ അങ്ങനൊരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് 66 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള പുതിയ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.